നോമിനേഷനൊക്കെ കൊടുത്തു. അപരന്മാർ ഇവിടെ ഉണ്ട്, 4 അൻവർമാരാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപരന്മാർ ഉള്ളത് എനിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 4 അപരന്മാരൊക്കെ ഒന്നും ചരിത്രത്തിൽ ഉണ്ടാവാത്തതാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ എതിർ സ്ഥാനാർത്ഥി എൻ്റെ സ്ഥാനാർത്ഥി അത് നമുക്ക് വളരെ കൃത്യമായി അതൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ബേപ്പൂരിലെ ജനങ്ങൾ അത്ര മോശമാണ്, വിവരമില്ലാത്തവരാണ് എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളത് തിരുത്തുക തന്നെ ചെയ്യും. എതിർ സ്ഥാനത്തേക്കുണ്ട് 2 അപരന്മാർ. അപരന്മാര് ഭയമില്ലെന്ന് അറിയാസ് പറയുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു നടത്തി ഞാൻ ഒരുപാട് മത്സരിച്ചാണ്. ജനാധിപത്യത്തിൽ വളഞ്ഞ വഴി ഉപയോഗിച്ചിട്ടല്ല ജയിച്ചു കയറേണ്ടത്. അത് സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടാണ് ജയിച്ചു കയറേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപരന്മാര് ഭയമില്ല എന്ന് പറയുന്ന ആളാണ് എതിർ സ്ഥാനാർത്ഥിക്ക് 4 അപരന്മാര്. അല്ല, അത് തീർച്ചയായിട്ടും അപരന്മാരെ ഭയമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അദ്ദേഹം നാല് സ്ഥാനാർത്ഥികളെ അദ്ദേഹം നിർത്തിയിട്ടുള്ളത്? ഇവിടെ അപരന്മാരൊന്നുമല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. നിങ്ങൾക്കറിയാം, ഇന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ കേരളം ചർച്ച ചെയ്യുകയാണ്. മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത് ജി സുധാകരനെ കുറിച്ച് ചെറ്റയെന്നാണ്. ഇതിൻ്റെ മുമ്പ് ഇവിടെ ബഹുമാനായ താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നികൃഷ്ടജീവി എന്നാണ്. കൊല്ലം MP കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? പരനാറി പ്രയോഗമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അപ്പോൾ ഇന്നൊരു പൊതുയോഗം പ്രസംഗത്തിൽ ഇലക്ഷൻ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ യോഗത്തിൽ ചോദ്യങ്ങൾ ഉയരും. നമ്മളൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല. ഒരു സാധാരണ വോട്ടർ അവിടെ നിന്നും ചോദിക്കുമ്പോൾ കോന്നിയിലെ ഒരു ഇലക്ഷൻ പ്രചരണത്തിലാണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന്. ഇത്രയും ധിക്കാരികളും അഹങ്കാരികളുമായിട്ടുള്ള ആളുകളാണ് കേരളം ഭരിക്കുന്നതും കേരളം നയിക്കുന്നതും. അപ്പം ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, മരുമോനിസം. അതൊരു വലിയ പാതകമായിട്ട് മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ ടീമും കൊണ്ടു നടക്കുകയാണ്. അതിലെന്താണ് ഒരു അപാകത? എന്താണ് അതിലൊരു എന്താ പറയുക, നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണതൊരു ചീത്തപ്പേരാകുക? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം, അദ്ദേഹത്തിൻ്റെ ധിക്കാരം, ഈ പറയുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി ഇല്ല, ഇവിടെ മനുഷ്യർക്ക് മരുന്നില്ല, 2 ഇത് പൂട്ടിപ്പോയി കിടക്കുന്ന സബ് സെൻ്ററുകൾ. ഈ ഒരു ഘട്ടം നിൽക്കുമ്പോൾ 4.5 കോടി രൂപ അദ്ദേഹത്തിൻ്റെ മാത്രം ഉപയോഗിക്കുന്ന PWD റെസ്റ്റ് ഹൗസ് പുനർനിർമ്മിക്കാൻ ചെലവഴിച്ചിരിക്കുകയാണ്. അതാണ് മരുമോനിസം. ആ രീതിയിൽ 5 പൈസ ഇല്ല എന്ന് പറയുമ്പോൾ 25 കോടി രൂപയാണ് ബേപ്പൂരിലെ ഫെസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകൾ. അതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റീൽസിന് വേണ്ടി അദ്ദേഹം ഒരു റീലിന് 2 മിനിറ്റിന് 10 ലക്ഷം ചിലവാക്കാൻ ഈ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുമതിയുടെ പേരാണ് ഈ പറയുന്ന മരുമോനിസം. അപ്പം ഞാനത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ എന്നെ വ്യക്തിഹത്യ നടത്തുകയും നാട്ടിലുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ വ്യക്തികളെ ചെറ്റയെന്നും പരനാറിയെന്നും അപരിഷ്കൃതൻ എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വിളിക്കാമെങ്കിൽ അത് കേരളം വിലയിരുത്തട്ടെ. എനിക്കതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അപരന്മാരെ ഭയമുണ്ടോ? അപരന്മാരെന്തിനു ഭയക്കുന്നു? ജനങ്ങൾ അത്ര ബോധമില്ലാത്തവരാണ് എന്ന് മുഹമ്മദ് റിയാസ് ബേപ്പൂരിലെ ജനങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് തിരുത്തും. നമ്മുടെ പ്രവർത്തകർ വീട് കയറി ഇറങ്ങിയിട്ട് PV അൻവർ ഏതാണ്, എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിക്കും. അതിൽ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഈ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിഹ്നം അനുവദിക്കാണ്. എന്തെങ്കിലും പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ടോ? നേരത്തെയുള്ള ചിഹ്നം തന്നെ? അല്ല, ചിഹ്നം നമ്മൾ പ്രിഫറൻസ് കൊടുക്കാനേ പറ്റൂ. അത് തീരുമാനിച്ച് തരുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ബക്കറ്റും ഒന്ന് ടിപ്പർ ലോറിയാണ്. അതിലേതാണ് പ്രിഫറൻസ് തരിക എന്ന് നമുക്കറിയില്ല. കാരണം ഈ ചിഹ്നത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ചിഹ്നം വളരെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ചിത്രമാണ്. അത് തെളിഞ്ഞു കാണുന്ന ചിത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ കൊടുക്കാൻ കഴിയില്ല. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഓട്ടോറിക്ഷ ഇപ്രാവശ്യം ഇല്ല, അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ കൊടുക്കുക. 5 ഇലക്ഷനിൽ ഞാൻ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇപ്രാവശ്യം ഇല്ല. അല്ല, ബക്കറ്റ് അത് ക്ലിയറാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള, നമ്മളത് ക്ലാരിറ്റിയാണ് നോക്കുന്നത്. പോളിംഗ് മെഷീനിൽ വരുന്ന വോട്ടർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് എന്ന നിലക്കാണ് അതിനെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അല്ല, ബേപ്പൂരിലെ സാഹചര്യം വളരെ അനുകൂലമാണ്. എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള ഈ അഹങ്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നടന്ന യോഗത്തിലെ ഒരു സാധാ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ രാജഭരണം, അതിനെതിരെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ഈ പുലരിയിൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.